Morning, dear children. Good morning. Unmute ചെയ്തിട്ടൊന്ന് good morning പറഞ്ഞേ കേൾക്കട്ടെ. Good morning. എന്താ ആർക്കും ഒരു സുഖമില്ലാത്ത പോലെ? How are you? Anna, how are you? I'm fine. Okay, very good, very good. I'm fine. Manav, yesterday what happened you? Yesterday? I'm driving. Clear ആവുന്നില്ല. Okay, then all of you take your textbook. Take your textbook. Sayan, നമ്മൾ എവിടെ വരെ പഠിച്ചു ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? Ase amarot, ase anar, ase akirot, ase am, ase atmi, ase alu, ise imeli, ise istiri, ise imarat, ise ind, ise isa, use ullu, use ubavan, use angeli, ഉങ്കലി. use usha, ഊസെ ഊൻ. use or, ഊൻ. ഉണ്ട്. use und, urse ഋഷഭ്. urse rishi, കേസരി. ese edi, ese ekka, ese ettara, aise airavat, aise അയിനക്ക്. ainak, ose ose on, ose oseos, ഒസെ ഓക്കലി. ഓക്കലി. ose ongli, ഓക്കലി കേട്ടോ, ഓങ്കലി അല്ല, ഓക്കലി. ഔരത്ത്. ഔരത്ത്. aurat, ഔജാർ. ause aujar, ഔഷധി. ause aushadi, ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത് കുറച്ചൊരു പറയാൻ കിട്ടുന്നില്ല അല്ലെ? ഓക്കെ, all of you listen here. All of you listen here. All of you mark your present in chat box. പ്രസന്റ് ചെയ്യാ, അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് മിസ് വായിച്ചുതരാം, മുതൽ വായിച്ചുതരാം. ഋഷേ ഋഷഭ്, ഋഷേ ഋഷി, ഏസേ എലി, ഏസേ എക്ക, ഏസേ ഏകതാര, ഐസേ ഐരാവ്, ഐസേ ഐനക്, ഓസേ ഓട്ട്, ഓസേ ഓസ്, ഓസേ ഓക്കരി.
ഔസെ ഔരത്ത്, ഔസെ ഔജാർ, ഔസെ ഔഷധി. അപ്പോൾ നമ്മൾ ഔ എന്ന ലെറ്റർ വരെ എഴുതി പഠിച്ചു അല്ലേ? പഠിച്ചോ ആഫിയ? ആഫിയ ഹോംവർക്ക് ചെയ്തിട്ടോ? ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് ഗ്രൂപ്പിൽ നോക്കട്ടെ എത്ര പേര് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ. ഗ്രൂപ്പിലല്ലല്ലോ അല്ലെ? എനിക്കല്ലേ അയച്ചെന്ന്. ഓക്കെ, കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ട്. ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യണം. ഹോംവർക്ക് വന്നിട്ടുണ്ട്. ആഫിയ ഓക്കെ, കാണിച്ചു തരണ്ട മക്കളെ, ശ്രദ്ധിക്ക. ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല, മ്യൂട്ട് ചെയ്യണം. വിളിക്കുന്നവർ മാത്രം അഡ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. ആഫിയ പ്ലീസ് അഡ്മിറ്റ്. ഇവിടെ ഒന്നോട്ട് വായിച്ചേ. ഐസെ ഐരാവത്, ഓസ് പറഞ്ഞ ഡ്യൂ തുള്ളി. ഔഷധി നമ്മൾ പഠിച്ചത്. സായിക്കിനെ നല്ലതും കഴിച്ചല്ലോ, ഇഷ്ടമാണോ? സായിക്ക് പ്ലീസ് അൺമ്യൂട്ട്. നിനക്ക് ക്ലാസ്സിലൂടെ പോയി സായ? വന്ന പോലെ ഉണ്ടല്ലോ. എന്താ ഒന്നും ഉണ്ടാക്കി ചിരിച്ചു കാണിക്കുന്നല്ലോ. ഇന്നലെ എവിടെ പോയി? ഈ കുട്ടി ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്താ ചെയ്യണ്ടേ? ഉറങ്ങിപ്പോയാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? കഴിക്കാതെയാണ് ക്ലാസ്സിൽ നിന്നേ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. നമുക്ക് പഠിക്കണമെങ്കിലും കഴിക്കണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമാണ്. ബ്രെയിന് നമ്മൾ പഠിക്കണോ ചിന്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബ്രെയിനിലാണ്. ആ ബ്രെയിന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ ടയേർഡായി പോകും. അപ്പോൾ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ശരി, അപ്പൊ ശ്രദ്ധിക്കാൻ പറ്റുമോ ക്ലാസ്സില്? കുട്ടി ഇവിടെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ ഔ വരെ നമ്മൾ ആയിട്ടുണ്ടല്ലേ? ഔ എഴുതിയോ നിങ്ങള്? എഴുതിയോ? യെസ്, ഓക്കെ. ഔ കഴിഞ്ഞാല് മലയാളത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? അ ആ ഇ ഉ എ ഐ ഓ ഓ ഔ. അത് കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താ പഠിച്ചത് മലയാളത്തില്? നിഹാൽ, മലയാളത്തില് സ്വരാക്ഷരം അല്ല. ഔ കഴിഞ്ഞ എന്താ നമ്മൾ പഠിച്ചത് മലയാളത്തില്? എ ഐ എന്നാണ് പഠിച്ചത് അല്ലേ? ഹിന്ദിയിലും അതേപോലെ തന്നെ രണ്ട് ലെറ്റേഴ്സ് കൂടെ നമുക്ക് പഠിക്കാറുണ്ട്, സ്വരാക്ഷരം. അതെ. അപ്പൊ എങ്ങനെ എഴുതുന്നു കാണിച്ചു തരട്ടെ. ഫസ്റ്റ് ഞാനത് കാണിച്ചു തരാം. എവിടെയാ? ഇതുണ്ടോ? എങ്ങനെയാ എഴുതുക? നമ്മൾ എഴുതി അല്ലേ? ഫസ്റ്റ് എഴുതി അതിന്റെ മുകളിൽ ഒരു ഡോട്ട് ഇടുവാണ് വേണ്ടത്. നമ്മൾ മലയാളത്തിൽ ഇവിടെയാണ് എഴുതുക അല്ലേ? എഴുതി ഇവിടെ നമ്മളൊരു 0 കൊടുക്കുവാണ്, പൂജ്യം എഴുതുവാണ്. അപ്പൊ ഹിന്ദിയിൽ എഴുതുമ്പോൾ എഴുതി അതിന്റെ മുകളിൽ ഡോട്ട് കൊടുക്കുവാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ലെറ്റർ അല്ലേ? മലയാളത്തിൽ എഴുതുമ്പോ ഇങ്ങനെയാണ് എഴുതുക. ഹിന്ദിയിൽ എഴുതുമ്പോ എഴുതുമ്പോ മുകളിൽ ഡോട്ട് കൊടുക്കുന്നു. എഴുതിയിട്ട് സൈഡിൽ 2 ഡോട്ട് ഇടുമ്പോ ആന്ന് ഹിന്ദിയിൽ എഴുതാം. ഉണ്ടോ? ഇന്ന് റഫായിട്ട് എഴുതി നോക്കിയോ? അവിടെ
റഫായിട്ട് എഴുതി നോക്കിയേ. എങ്ങനെ അമ്മ എഴുതുക? ആ എഴുതി മുകളിൽ ഡോട്ട് കൊടുക്കുന്നു. ആ എങ്ങനെ എഴുതും? അതേപോലെ തന്നെ ആ എഴുതിയിട്ട് 2 ഡോട്ട് കൊടുത്ത് ആന്നായി. ഈ ഡോട്ടിന്റെ ഉച്ചാരണം ഹാന്നാണ്. ഹാന്നാണ് വായിക്കുക. നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞത്. ഹാ എന്നുള്ളത് സൈലന്റ് ആണ്. Then look your textbook. കണ്ടോ? സേ ഇതാണ് കണ്ടോ? സേ കണ്ടോ? ആ എഴുതി മുകളിൽ ഒരു ഡോട്ട് കൊടുക്കണം. അതാണ് സേ അങ്കൂർ. കണ്ടോ? സേ അങ്കൂർ. സേ അണ്ട. സേ അങ്കൂടി. Listen. സേ അങ്കൂർ. से अंगूठी. സോറി, से അണ്ട. से अंगूठी. എന്താണ് അങ്കു എന്ന് പറഞ്ഞാല്? സയാൻ. ഫ്രഞ്ചിലാകുന്നു. ഫാത്തിമ അങ്കൂർ. എന്താണ് അങ്കൂർ എന്ന് പറഞ്ഞാൽ? എന്താണ് പിക്ചറിൽ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അങ്കൂർ. ഫാത്തിമ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ? മാനവ് ഷൈജു. ഗ്രേപ്സ്. ഫാത്തിമയാണോ പറഞ്ഞേ? മാനവ് ഷൈജു. സേ അണ്ട. അണ്ട മീൻസ് അണ്ട. എഗ്. ഓക്കെ. അങ്കൂടി. മാനവ്, ഡു യു നോ ദിസ്? അങ്കൂടി. അങ്കൂടി മീൻസ് റിംഗ് ആണ്. റിംഗ്. അതെ, റിംഗ് ആണ് അങ്കൂടി. മോതിരം. ഓക്കെ. ഫാത്തിമയാണ് പറഞ്ഞല്ലേ? ഓക്കെ, വെരി ഗുഡ് ഫാത്തിമ. ഇഷിത കുട്ടിയുടെ അനിയത്തിയാണോ അവിടെ? അനിയത്തി കുട്ടി ഇഷിതനെ തടി താടിയിട്ടാണ്. ഹായ് കുഞ്ഞാവേ, ഹിന്ദി പഠിക്കാൻ പറ്റാ? Okay, then listen here. से अंगूर. से अंडा. से अंगूठी. All of you say loudly. Which is the letter? This से अंगूर. Say loudly. से अंगूर. से अंडा. से अंगूठी. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു ലെറ്റർ പഠിച്ചു അല്ലേ? ഏതാണ്? ഉണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മുടെ സ്വരാക്ഷരങ്ങൾ ഇത്രയാണുള്ളത്. ഹിന്ദിയില് ആ, ഇ, ഈ, ഉ, എ, ഐ, ഓ, ഔ, ആ. അപ്പൊ നിങ്ങൾ ഇന്ന് അക്ഷരദീപത്തില് ഫസ്റ്റ് എന്നുള്ളത് ആ ഒരു പേജില് ആയിട്ട് ഹാഫ് പേജേ ഉള്ളൂ തോന്നുന്നു അല്ലേ? ഹാഫ് ലെറ്റേഴ്സ് അല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അക്ഷരദീപം കാണിച്ചേ മിസ്സിന്. ആരെങ്കിലും ഒരാൾ കാണിച്ചേ. ഒരു പേജിൽ തന്നെയല്ലേ 2 ലെറ്റേഴ്സും വന്നിരിക്കുന്നത്? യെസ്, കറക്റ്റ്. ഒരു പേജിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് എഴുതാറുണ്ട്. അപ്പൊ അത് 2 ലെറ്റേഴ്സ് നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സ്വരാക്ഷരങ്ങൾ അവിടെ ഫിനിഷായി. അപ്പോൾ ഇതിന് നന്നായിട്ട് എഴുതി പഠിക്കണം. നമുക്ക് എക്സാമിന് എങ്ങനെയാ ഉണ്ടാവുക? എക്സാമിന് നിങ്ങൾക്ക് മിസ്സിംഗ് ലെറ്റേഴ്സ് ഉണ്ടാവും. ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനുണ്ടാവും. എന്താന്ന് വെച്ചാല് ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. എന്താണ്? നിങ്ങൾ പിക്ചർ തന്നിട്ട് പിക്ചർ പഹല വർണ്ണ ലിഖോ. പഹല വർണ്ണ ലിഖോ എന്ന് പറഞ്ഞ എന്താണ്? നമ്മളിപ്പോ ഔഷധിയുടെ പിക്ചർ തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പിക്ചർ തരും അല്ലെ? അങ്കൂറിന്റെ പിക്ചർ തരും.
എക്സാമിന് അങ്കൂറിന്റെ പിക്ചർ തന്നിട്ട് ഇതിന്റെ പഹല അക്ഷർ ലിഖോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാനാണ്. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? അമ്മാണ് അല്ലെ? അങ്കൂർ. അംസെ അങ്കൂർ. അംസെ അങ്കൂർ എന്ന് പറയുമ്പോൾ അങ്കൂർ എന്ന് പറയുമ്പോൾ ഈ പിക്ചർ മാത്രമേ തരുള്ളൂ. പിക്ചർ നെയിം എന്താണെന്ന് നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെ? എങ്കിലേ നമ്മൾക്ക് അതിന്റെ പഹല അക്ഷരം ഏതാണെന്ന് അറിയുള്ളൂ. അപ്പൊ അമ്മ എഴുതാൻ പഠിക്കണം ആദ്യം. അതുപോലെ പിക്ചർ നെയിം പഠിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. ആ ഡാഷ് ഈ ഡാഷ് അങ്ങനെ എഴുതുക. അപ്പൊ അതിന്റെ ഇടയിൽ മിസ്സായ ലെറ്റർ നിങ്ങൾ എഴുതാൻ പറയും. അതുപോലെ പിക്ചർ പിക്ചർ നെയിംസ് എന്താണെന്ന് പറയാൻ പറയും. അതുപോലെ തന്നെ പഹല അക്ഷരം, അതായത് പിക്ചർ നെയിംസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് ചോദിക്കും. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. Ahmad Shasim, please unmute. Then read fast. Amse Angur. Angur. Amse Anda. Amse Angudi. Angudi. എന്താണ്? ഉറക്കെ വായിച്ചു പഠിക്കണമെങ്കിൽ നമുക്ക് പറയാൻ കിട്ടൂ കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചേ. അമ്മ വേണമെന്നില്ല, മോൻ പറഞ്ഞോ? ഷസീൽ മോൻ പറഞ്ഞോ? അംസെ അങ്കൂർ. അംസെ അണ്ട. അംസെ അങ്കുടി. എന്താണ് അണ്ട എന്ന് പറഞ്ഞാൽ? അണ്ട എന്ന് പറഞ്ഞ എന്താ അഹമ്മദേ? ആ എഗ് ആണ്. എന്താണ് അങ്കൂർ എന്ന് പറഞ്ഞാല്? അങ്കൂർ എന്താണ്? ആ ഗ്രേപ്സ് ആണ് കേട്ടോ. ഗ്രേപ്സ്. ദിസ് ലെറ്റർ, which is the letter this Ahmad? ഈ ലെറ്റർ ഏതാ മോനെ? ഈ ലെറ്റർ ഏതാ? ഇത് ആയല്ല. ആ എഴുതി മുകളിൽ ഡോട്ടിട്ടാല് അം. ഇത് ആ. ഓക്കെ, ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം കേട്ടോ. വായിച്ച് പഠിച്ചാൽ മാത്രമേ ആവൂ. ഗായത്രി Anggur. Angga. Anda. Amse Angudi. Anggudi. ക്ലാസ് കയറാൻ വൈകി അല്ലേ? ലേറ്റ് ആയല്ലോ. എന്താണ് കിട്ടുന്നില്ല ക്ലാസ്? അപ്പൊ അതെങ്ങനെ വായിക്കണ്ടേ ഗായത്രി? അംസെ അങ്കൂർ. അംസെ അംസെ അണ്ട. അംസെ അങ്കൂടി. എന്താ അങ്കൂടി എന്ന് പറഞ്ഞാൽ ഗായത്രി? അങ്കൂടി റിംഗ് ആണ്. മോതിരം ഇല്ലേ അതിന്റെ? Sayan? Amse Anggudi. അംസെ അങ്കൂടിയാണ് ആദ്യത്തെ പിക്ചർ. അങ്കൂടി എന്ന് പറഞ്ഞ എന്താണ്? അത് പറഞ്ഞാൽ മതി. അങ്കൂടി എന്ന് പറഞ്ഞ എന്താണ്? മോതിരം റിംഗ് ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ് അംസെ പിക്ചർ തൊട്ട് വായിക്കും. Amse Anggur. Amse Anda. Amse Anggudi. താഴെയായിട്ട് ഒരു ലെറ്റർ കൂടി ഉണ്ടല്ലേ? എന്താ ലെറ്റർ അത്? ആ. Afia. Then take your Sayan, take your Akshadeep and write now.
anda. Amse angudi. Last letter. ഓക്കെ, നിങ്ങളിപ്പോ വായിച്ചു കഴിഞ്ഞവര് അക്ഷരത്തെപ്പെടുത്ത് എഴുതിക്കോ. കാരണം നെക്സ്റ്റ് ഒരു പീരീഡ് കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ പീരീഡ് ചെറിയ വർക്ക് വീണ്ടും വരും. അപ്പൊ ഇപ്പൊ പറയുന്ന കാര്യം ഇപ്പൊ തന്നെ എഴുതിയെടുക്ക കേട്ടോ. ഇഷിത അൺമ്യൂട്ട് ചെയ്യുമോളെ ഇഷിത. angudi. ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ആ angudi. മോളെ ആ എന്ന ലെറ്റർ കൂടെ വായിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് എഴുതിക്കാം. നെക്സ്റ്റ് മുഹമ്മദ് മർവാൻ. ടേക്ക് യുവർ അക്ഷരത്തെയും ഇഷിത. Marwan, are you here? No. Said Sinish. Angul. Amsenda. Amsangu. Angudi. Last letter ഏതാണ്? അമ്മ കഴിഞ്ഞ അടുത്ത ലെറ്റർ ഏതാണ്? വെരി. നിഹാൽ. Please unmute it. Amse anggur. Amse andar. Amse angudi. Last letter. Nihal, where is Nihara? വെള്ളത്തിലോ? മടിയാ. വെള്ളത്തിലാണോ എന്നിട്ട്? എന്താ വെള്ളത്തിൽ പോയിരിക്കുന്നേ? കളിക്കുവാണോ? വെള്ളത്തിലൊന്നും കളിക്കരുത് കേട്ടോ. ഫാത്തിമ. ഹാനൽ ഷെജു. കുരി. angudi. anggur. Anda. Angudi. Mama. ആഫിയ വായിച്ചല്ലേ? അഹമ്മദ് ഷസിൻ വായിച്ചില്ലേ? ഓക്കെ. ഇനി ആരാണ് ക്ലാസ്സിൽ വായിക്കാത്ത കുട്ടികളുള്ളത്? എല്ലാവരും വായിച്ചു. ഇപ്പോ നിങ്ങൾക്ക് അക്ഷരത്തെഴുത്തില് എന്നുള്ള ലെറ്ററാണ് നിങ്ങൾക്ക് എഴുതുന്നത്. അക്ഷരത്തെഴുത്തിന് മാത്രം നിങ്ങൾ അത് എഴുതിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോയി കേട്ടോ. നോട്ട്ബുക്കിൽ പിന്നീട് എഴുതിയാൽ മതി. നോട്ട്ബുക്കിൽ എഴുതുന്നത് എങ്ങനെയാണ്? ഹാഫ് പേജ് എഴുതേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ആദ്യത്തെ ലൈൻ എഴുതുക, ഒരു ഹാഫ് പേജ് എഴുതുക, താഴത്തെ ആ ഒരു പേജ് തന്നെ താഴത്തെ ഭാഗത്ത് ഉള്ള ലെറ്റർ എഴുതുക. ഈസി അല്ലേ? ലെറ്റേഴ്സ് എഴുതാൻ ഈസിയാണ്. ഇപ്പോൾ 9 പേരുണ്ട്. എന്താണ് ക്ലാസ്സിലെ കുട്ടികൾ വരാത്തത്? 21 സ്റ്റുഡൻസ് ഉണ്ടല്ലോ. നെറ്റ് ഇഷ്യൂ ആയിരിക്കാം അല്ലേ? ഷെജു, Manav. Yes, ma'am. Can you sing a song? Yeah. I am
are very special. We are very special. Yes, it's true. Yes, it's true. Very good. Give clap. Very good. All of you close your textbook. അടച്ചു വെച്ചോ മതി. നമ്മുടെ ഫസ്റ്റ് ലൈനിൽ എഴുതി വെച്ചില്ലേ മതി കേട്ടോ. ക്ലാസ് വർക്ക് ആയിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്താൽ മതി കേട്ടോ. Close your textbook. Okay. Gayatri. Yes, miss. അറിയോ Hmm. അറിയോപ്പാ ആ ഇത് അനുസരിച്ച് കേൾപ്പിക്കാൻ വിളിച്ചതാ ഇത് പാടത്തില്ല മിസ്സിന് Miss, ഞാനത് പഠിച്ചില്ല. എനിക്ക് അത് മാത്രം ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാനത് പഠിച്ചില്ല കേട്ടില്ല ഒരു പ്രാവശ്യം പോലും പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്ന് കേട്ടാ മുന്നേ പറഞ്ഞുള്ളൂ രസമില്ല കേൾക്കാൻ രസമില്ല പിന്നെ എന്താ അത് സൂപ്പർ. ആരാ എനിക്കൊന്ന് പാടത്തില്ല ഹാജിരാജയുടെ റൈമ് എന്നാ ഞാനൊരു പുതിയൊരു റൈംസ് ഇന്നിട്ട് തരുന്നതാണ് പുതിയൊരു റൈം ഉണ്ട് എന്റെ കയ്യില് ആരുമില്ല ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ ഒന്നും പറയാനില്ലോ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും ക്ലാസ്സിൽ അതെന്താ അങ്ങനെ സായികെ നാളെയൊക്കെ വരുമ്പോ നേരത്തെ ഉറങ്ങി എഴുതിട്ട് വന്നോളൂ കേട്ടോ നെക്സ്റ്റ് പീരീഡ് ക്ലാസ് ഉണ്ടോ ഓൺലൈൻ ക്ലാസ് ഉണ്ടോ അടുത്ത പീരീഡ് ഉണ്ടോ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ ഒരാളുണ്ട് കേട്ടോ എന്താണെന്നറിയോ മിസ്സിന് ഓർമ്മയുണ്ടോ ഓ ഗായത്രി മുടി എവിടെ പോയി മോളെ ഓ മാനവേ ചിരി വരുന്നുണ്ടല്ലോ അഹമ്മദ് ഷെസി ന്യൂ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു ഹായ് ഗായത്രി ഹായ് മാനവ് ഹായ് ഷെസിൻ മർവാൻ എവിടെ പോയി മർവാൻ പോയല്ലോ ഫാത്തിമ ഇഷിത സായക് പഠിക്കുന്നുണ്ടോ നന്നായിട്ട് ദയാനെ മിസ്സിനെ മറന്നു പോയോ ഇത് കണ്ണാടി വെച്ചുകൊണ്ട് മിസ്സിനെ മറന്നത് ഓക്കെ കണ്ടിന്യൂ ഓക്കെ അവർ ക്ലാസ് ഇസ് ഓവർ യു നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും എല്ലാവരും തന്നെ ആ ഹോംവർക്ക് ചെയ്തിട്ട് വരണം കേട്ടോ അച്ഛൻ ആ ഹോംവർക്ക് ചെയ്തിട്ട് വരിക അടുത്ത ക്ലാസ്സില് നല്ലൊരു റൈംസ് ഒക്കെ പഠിച്ചിട്ട് വരണേ കുട്ടികളുടെ നിങ്ങള് സായകെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉഷാറായിട്ട് വരണം കേട്ടോ സയാൻ ഇഷിത മാനവ് ഗായത്രി ഫാത്തിമ അത്രയും പേരെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 7 പേരായി എല്ലാവർക്കും നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് കട്ടായി പോയിക്കോട്ടെ ഓക്കെ ബൈ ബൈ സീ യു